അപ്പോൾ ഡേ 1 നമ്മളൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല. അപ്പോൾ ഡേ 2 ആണ് ഇന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് വെള്ളയപ്പമാണ്, പിന്നെ ചിക്കൻ കറിയും. ഹസ്ബൻഡ് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ലഞ്ച് വേണ്ടാന്ന് പറഞ്ഞു. സോ എൻ്റെ ജോലിയൊക്കെ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തു. പാത്രമെല്ലാം കഴുകി വെച്ചു. എനിക്ക് രാവിലെ എല്ലാ ജോലിയും ഒതുക്കി കഴിയുമ്പോൾ ഒരു മനസ്സമാധാനമാണ് കേട്ടോ. അതിനുശേഷം ഞാൻ എംപ്റ്റി സ്റ്റൊമക്കിൽ എൻ്റെ വെയിറ്റ് നോക്കി. അപ്പോൾ ഇന്നലത്തെ വെയിറ്റിനേക്കാളും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സന്തോഷം. ബട്ട് നമുക്കറിയാം ഇനിഷ്യൽ ഡേയ്സിൽ വാട്ടർ വെയിറ്റ് ആയിരിക്കും കുറയുന്നത്. പിന്നെ ലെമൺ സ്ക്യൂസ് ചെയ്ത് വെള്ളം കുടിച്ചു, എക്സസൈസ് ചെയ്തു. ഇന്ന് പിള്ളേരും ഉണ്ടായിരുന്നു എക്സസൈസ് ചെയ്യാൻ. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം എനിക്ക് വെയിറ്റ് ലോസ് മോട്ടിവേഷനായിട്ട് സുധീഷ് അണ്ണൻ പ്രോട്ടീൻ ഷേക്ക് മേടിച്ചു വന്നു കേട്ടോ. പിന്നെ മുടി കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങപ്പൊടി നല്ലതാണെന്ന് പറഞ്ഞ് അതും മേടിച്ചു. പക്ഷേ ഇത് കുടിക്കുന്ന എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. എനിക്കിത് കുടിക്കാൻ പറ്റിയില്ല കേട്ടോ. പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ആയിരുന്നു. പിന്നെ ആ ഒരു ലീഫ് എല്ലാം കൂടി എനിക്ക് ഭയങ്കര മധുരം ഫീൽ ചെയ്തു. കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്ത് എടുക്കേണ്ടി വന്നു. ഇതായിരുന്നു എൻ്റെ ഒരു ലഞ്ച് എന്ന് പറഞ്ഞാൽ സോസേജും ചിക്കൻ ഫ്രൈയും പിന്നെ മയോണൈസും പിന്നെ കുക്കുംബറും. അതിനുശേഷം ഹസ്ബൻഡ് കുറച്ച് തുണി തേക്കാനുണ്ടായിരുന്നു, അത് അയൺ ചെയ്ത് വെച്ചു. സുധീഷണം നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ വെളിയിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവാണ്. സുധീഷനാണെങ്കിൽ ഒരു കൂട്ടുകാരനെ കാണണം. സോ ഞങ്ങൾ ഇറങ്ങിയില്ല, വണ്ടിയിൽ തന്നെ ഇരുന്നു. ഹസ്ബൻഡ് പോയി. കാണാൻ പോയ സമയത്ത് ജാനൂട്ടി ഡ്രൈവിംഗ് സീറ്റിലൊക്കെ ഇരുന്ന് പണിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ജീവൻകുട്ടനെ ഒന്ന് ചിരിപ്പിക്കാൻ ഞാൻ 18 പണി നോക്കി, പക്ഷേ ചിരിച്ചില്ല. ഭയങ്കര മൊഷടനായിട്ടായിരുന്നു ഇരുന്നത്. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ദുബായിൽ നമ്മുടെ വില്ല ഏരിയാസാണ്. എനിക്ക് പ്രോപ്പർ പേരൊന്നും അറിയത്തില്ല കേട്ടോ. ഇവിടെ നല്ല ബൊഗൈൻ വില്ല പൂത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചാണ്. പിന്നെ അതുപോലെ മുരിങ്ങ എല്ലാം പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ഇവിടെ എപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് വരും. അതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന അറബിക് സ്വീറ്റ്സ്, ഡോണറ്റ്, പിന്നെ കോഫി എല്ലാം അടിപൊളിയാണ്. അപ്പോൾ എപ്പോൾ വന്നാലും കുറച്ച് സാധനമൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് പോകും. ഓൾറെഡി 2 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറബിക് സ്വീറ്റ്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നുകൊണ്ട് വലുതായിട്ട് നമ്മൾ ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല. പിന്നെ കോഫി മേടിച്ചു. പിന്നെ ഡോണറ്റ് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുങ്ങൾക്ക്. സോ അതുമൊക്കെ മേടിച്ചിട്ട് നമ്മൾ വന്നു. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടുത്തെ ആ ഒരു അറബിക് സ്വീറ്റ്സിൻ്റെ ആ ഒരു വലിയ ഹ്യൂജ് കളക്ഷൻ തന്നെ ഉണ്ട്. ഇത്ര ഗ്രാമിന് ഇത്ര ദിറംസ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ എനിക്ക് ഇപ്പോൾ ഇഷ്ടമുള്ളത് മേടിക്കൂ എന്ന് പറയണേ, കാരണം ഞാൻ ഡയറ്റാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫിഷ് മേടിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ വന്നു. ദുബായിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വീക്കെൻഡിൽ വരാതിരിക്കുക, മൺഡേ വരുന്നതാണ് ഏറ്റവും നല്ലത്. തിങ്കളാഴ്ചകളിൽ നല്ല അടിപൊളി ഓഫറുകളാണ്, മീനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ മീനൊക്കെ ഇപ്രാവശ്യം മേടിച്ചു, കാരണം ഡയറ്റൊക്കെ ആയതുകൊണ്ട് കൂടുതൽ ഫിഷ് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് മത്തി മേടിച്ചുകൊണ്ടാണ് കേട്ടോ. എനിക്ക് മത്തി ഭയങ്കര ഇഷ്ടമാണ്. മത്തി കറി വെച്ചും വറുത്തും ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സോ അതും വലിയ നെയ്മത്തി പോലത്തെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഇതെല്ലാം എവിടെ എടുത്ത് വെക്കും, എങ്ങനെ ഓർഗനൈസ് ചെയ്യും, അങ്ങനെയാണ്. ഞാനൊരു കറിക്ക് വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വറക്കാനൊരു സെക്ഷൻ, കറി വെക്കാനൊരു സെക്ഷൻ, അങ്ങനെ ചെയ്യും. അപ്പോൾ തന്നെ വെട്ടി ചെയ്യുന്നതുകൊണ്ട് ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും. മേടിച്ചത് കുറച്ച് സാൽമൺ ഞങ്ങൾ എടുത്തിട്ട് അന്നത്തെ ദിവസം ഒന്ന് ഫ്രൈ ചെയ്ത് കഴിച്ചു. പിന്നെ ഇത് സുധീഷണം കിടക്കാൻ പോയി. ഇനി ഉറങ്ങിയോന്ന് എനിക്കറിയത്തില്ലായിരുന്നു. സോ എന്തായാലും കഴിക്കട്ടെ എന്ന് പറഞ്ഞ് ഉണർത്തി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു അവക്കാഡോ സ്മൂത്തി ഉണ്ടാക്കി കൊടുത്തു. ഞാൻ ഈ ഒരു മിൻറ്റ് വെച്ചിട്ട് ഒരു ടീ ഉണ്ടാക്കി കുടിച്ചു. മിൻറ്റ് ഇട്ടാണ് ഇത് നന്നായിട്ട് തിളപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഭംഗിക്ക് ഒരു മിൻറ്റ് ലീവ്സും ഇട്ട് കുടിക്കും. അപ്പം നല്ലൊരു റിഫ്രഷിങ് ആണ് കേട്ടോ. ഇതിനകത്ത് മധുരമൊന്നും ഇല്ലാതെയാണ്, നല്ല ടേസ്റ്റായിരുന്നു ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ